നമുക്കിപ്പം PDT ആചാര്യ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ PDT ആചാര്യ, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും പറയുന്നത് രാജിവെക്കില്ല, മുഖ്യമന്ത്രി പദം ഒഴിയില്ല, ജയിലിൽ ഇരുന്ന് ഭരിക്കുമെന്നാണ്. ഇതിന്റെ ഒരു സാങ്കേതിക വശം അല്ലെങ്കിൽ നിയമവശം എങ്ങനെയാണ്? അത് പ്രാക്ടിക്കലാണോ ആ ഒരു പോയിന്റ്? ചീഫ് മിനിസ്റ്റർ റിസൈൻ ചെയ്യുന്നത്, റിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററുടെ ആ ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്യുക, ചീഫ് മിനിസ്റ്റർക്ക് സഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് ഒരു ചീഫ് മിനിസ്റ്റർ രാജിവെക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ അല്ലാതായി തീരുന്നത്. ഇതിപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഇന്ന് ഡൽഹിയിൽ നിലവിലില്ല. അപ്പൊ അതുകൊണ്ട് ടെക്നിക്കലി അദ്ദേഹത്തിന് ചീഫ് മിനിസ്റ്ററായി തുടരുന്നതിന് പ്രശ്നങ്ങളോ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടോ ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ജയിലിൽ ഇരുന്നുകൊണ്ട് ഭരണം നടത്തുക എന്ന് പറയുന്നത് അതിനകത്ത് കുറെ അധികം പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്നാമത്തെ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ഒരു വകുപ്പും കൈയാളുന്നില്ല എന്നുള്ളതാണ്. അതല്ലാതെ വേറെ പല കാര്യങ്ങളും ഉണ്ട്. ചീഫ് മിനിസ്റ്ററുടെ കയ്യിലൂടെ പോകേണ്ട ഒരുപാട് ഡിസിഷൻസ് ഉണ്ട്. ചീഫ് മിനിസ്റ്ററുടെ അടുക്കൽ വരേണ്ടതായിട്ടുള്ള പല ഡിസിഷൻസും ഉണ്ട്, പല ഫയലുകളുമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ക്യാബിനറ്റ് കൂടുന്നത് ചീഫ് മിനിസ്റ്ററുടെ അധ്യക്ഷതയിലാണ്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതൊന്നും ഇപ്പൊ ക്യാബിനറ്റ് മീറ്റിംഗ് ഇദ്ദേഹം ജയിലിൽ നിന്നുകൊണ്ട് എങ്ങനെ നടത്തുന്നത്? ഒന്നുകിൽ ഇപ്പൊ വീഡിയോ കോൺഫറൻസ് ആണെങ്കിൽ തന്നെ ജയിലിന്റെ മാനുവൽ അനുസരിച്ചല്ലേ അവിടെ ഒരു ഇൻമേറ്റിന്, അതായത് ഒരു പ്രസിഡന്റായിരിക്കുന്ന ഒരാളിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ ജയിലിന്റെ നിയമം അനുസരിച്ച് മാത്രമേ പറ്റൂ. അതിപ്പോ ചീഫ് മിനിസ്റ്റർ ആയാലും പ്രധാനമന്ത്രി ഒരു ആരോപണം മാത്രമാണ് ഉള്ളത്. ഇതിന്റെ ഈ ഇപ്പൊ കോടതിയാണെങ്കിൽ പോലും ശരി, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളാണെങ്കിൽ പോലും ഈ കേസിന്റെ മെറിറ്റിലേക്കൊന്നും കടന്നിട്ടില്ല. ഒരു രൂപ പോലും ഇതുവരെ കണ്ടെത്താൻ, ഈ അഴിമതി നടന്നു, പക്ഷെ അതിൽ ഒരു രൂപ പോലും കണ്ടെടുക്കാൻ ഒരു അന്വേഷണ ഏജൻസികൾക്കും കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഇലക്ഷൻ സിനാരിയോ കൂടിയാണ്. നമ്മുടെ ഓർമ്മയിൽ പോലും ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു അഴിമതി ആരോപണത്തിൽ അറസ്റ്റിലായിട്ടില്ല. അതിപ്പോ ഇതിലൊരു പ്രശ്നമുള്ളത്, അതായത് ഇത് CBI ആണ് വാസ്തവത്തിൽ ഇത് അന്വേഷിക്കേണ്ടത്. CBI, കാരണം ഇതൊരു കറപ്ഷൻ കേസായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം കേജ്രിവാൾ ചീഫ് മിനിസ്റ്ററാണ്, പബ്ലിക് സർവന്റ് ആണ്. അപ്പൊ അവരെ ബാധിക്കുന്ന സംഗതികൾ ഡീൽ ചെയ്യുന്നത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച്. അപ്പൊ അത് CBIക്കാണ് അതിന് അധികാരമുള്ളത്. അതിനിടയ്ക്ക് ഈ PMLA എന്ന് പറയുന്ന ആ വകുപ്പൂടെ അവര് കൊണ്ടുവന്ന് ED ഒരു മുൻകൈ എടുത്തിട്ടാണ് ഇപ്പൊ മുമ്പോട്ട് നീങ്ങുന്നത്. പക്ഷെ അതിന് ലീഗലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട്. അതില് പലതും പല സ്ഥലങ്ങളിലും അത് വ്യക്തത വരുത്താനുണ്ട്. കാരണം പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന് PMLA പറയുന്നത് എന്താണ്, എവിടെ അതിന് തെളിവ്? പ്രൊസീഡ്സ് ഓഫ് ക്രൈം, അതായത് ഈ ക്രിമിനൽ കുറ്റത്തിലൂടെ സമ്പാദിച്ച സ്വത്ത് അതെവിടെ? അങ്ങനെ ഒരു സ്വത്ത് ഇല്ലെങ്കിൽ PMLA അതിനകത്ത് വരാൻ പറ്റില്ല. അപ്പൊ ആ സ്വത്ത് തെളിയിക്കുക എന്നുള്ളത് അത് CBIയുടെ ചുമതലയായിരുന്നു. അങ്ങനെ ഒരു സ്വത്തുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പണം സമ്പാദിച്ചു എന്നുള്ളത് തെളിയിക്കുക എന്നുള്ളത്. അത് തെളിയിക്കാത്തത്തോളം കാലം PMLA എങ്ങനെയാണ് അതിനകത്ത് വരുന്നത്? അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ലീഗലായ പ്രശ്നങ്ങൾ പലതും അതിനകത്തുണ്ട്. ഒരു മുഖ്യമന്ത്രിക്ക് പോലും ഒരു രക്ഷയില്ല എന്നുള്ളത് ആ ഒരു പോയിന്റ് കൂടി ഇല്ലേ ഇവിടെ? കാരണം കുറെ പൊസിഷനിലാണല്ലോ ഇരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ. ഇത് അസാധാരണമായ ഒരു സംഭവമാണ്. ഒരു സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററെ രാത്രി പോയി അറസ്റ്റ് ചെയ്യുക, അതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ചെയ്യുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവര് അറസ്റ്റ് ചെയ്യുന്നത് അവരുടെ കയ്യിൽ അതിന്റെ പൂർണ്ണമായ തെളിവുണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായ തെളിവ് അതിന് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെന്ത് തെളിവാണെന്നൊന്നും ആർക്കും അറിയത്തില്ല. ഇതൊന്നും എന്ത് തെളിവാണ് അവർക്കുള്ളത്, അതുകൊണ്ട് എങ്ങനെയാണ് ഈ അറസ്റ്റ് ജസ്റ്റിഫൈഡ് ആവുന്നതെന്നും നമുക്കറിയത്തില്ല. അതൊക്കെ ഇനി കോടതിയുടെ മുമ്പിൽ വന്നെങ്കിലേ അതിനൊരു വ്യക്തത വരുത്തും. പക്ഷേ ഇത് ഒരു അസാധാരണ